CPM നേതാക്കളുടെ ധനരാജ് രക്തസാക്ഷിത്വ പോസ്റ്റിന് താഴെ വിമർശനവുമായി അണികൾ. രക്തസാക്ഷികളുടെ പേരിൽ പാർട്ടി സമാഹരിക്കുന്ന ഫണ്ടുകൾക്ക് എന്ത് സംഭവിക്കുന്നു? അണികളുടെ ചോരയും നീരുമായ പണത്തിന്മേൽ നേതാക്കൾ കൈയിട്ട് വരുമ്പോൾ താഴെത്തട്ടിലെ സഖാക്കൾ എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് പുറത്തുവരുന്നത്. CPM രക്തസാക്ഷി ധനരാജിന്റെ സ്മരണ പുതുക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട മുതിർന്ന നേതാക്കളായ KK രാഗേഷിനും TI മധുസൂദനനും സ്വന്തം അണികളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നത് വലിയ വിമർശനമാണ്. CPM സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായ KK രാഗേഷ്, പയ്യന്നൂർ മുൻ MLA TI മധുസൂദനൻ എന്നിവർ ധനരാജിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ വികാരാധീനരായ പോസ്റ്റുകളായാണ് ഫേസ്ബുക്കിലെത്തിയത്. ധനരാജിന്റെ വിപ്ലവ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്നുവെന്നും പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി നൽകിയ സഖാവിനെ മറക്കില്ലെന്നുമൊക്കെയായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം. എന്നാൽ പോസ്റ്റ് വന്ന മിനിറ്റുകൾക്കകം തന്നെ നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കമന്റുകളുടെ പ്രവാഹമാണ് ഉണ്ടായത്. രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച കോടികൾ എവിടെ പോയി? ഫണ്ട് മുക്കിയവർ ധനരാജിന്റെ പേര് പറയാൻ യോഗ്യരാണോ? എന്നിങ്ങനെ അണികളുടെ ചോദ്യങ്ങൾ കൊണ്ട് കമന്റ് ബോക്സുകൾ നിറഞ്ഞു. TI മധുസൂദനന്റെ പോസ്റ്റിന് താഴെ വിമർശനം അതിരു കടന്നതോടെ അദ്ദേഹം കടുത്തൊരു നടപടിയിലേക്ക് കടന്നു. വന്ന കമന്റുകൾ ഒന്നടങ്കം ഡിലീറ്റ് ചെയ്യുകയും ഒടുവിൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന്റെ കമന്റ് ബോക്സ് പൂർണ്ണമായും പൂട്ടിവെക്കുകയും ചെയ്തു. ജനങ്ങളോട് സംവദിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ജനപ്രതിനിധി സ്വന്തം പാർട്ടിക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയന്നോടുന്ന കാഴ്ചയ്ക്കാണ് പയ്യന്നൂർ സാക്ഷ്യം വഹിച്ചത്. മറുഭാഗത്ത് KK രാഗേഷ് തന്റെ പോസ്റ്റിലൂടെ വിമർശകരെ കടുത്ത ഭാഷയിലാണ് നേരിട്ടത്. തങ്ങളെ വിമർശിക്കുന്നവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളല്ലെന്നും അവർ പാർട്ടിയെ തകർക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നിരിക്കുകയാണെന്നുമാണ് രാഗേഷ് ആരോപിച്ചത്. എന്നാൽ ഈ ന്യായീകരണവും താഴെത്തട്ടിലെ സഖാക്കൾക്കിടയിൽ കൂടുതൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ അഴിമതിയെയും ഫണ്ട് തിരിമറിയെയും ചോദ്യം ചെയ്യുന്നവരെ മുഴുവൻ വർഗീയവാദികളെന്നും പാർട്ടി വിരുദ്ധരെന്നും മുദ്രകുത്തുന്ന പഴയ തന്ത്രം ഇനി കണ്ണൂരിൽ വിലപ്പോകില്ലെന്നാണ് സഖാക്കൾ നൽകുന്ന മറുപടി. രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച പണം നേതാക്കളുടെ ആഡംബരത്തിനും സ്വന്തം ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്ന ഗുരുതര ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാതെ വിഷയം തിരിച്ചുവിടാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. 2016 ജൂലൈ മാസത്തിലാണ് പയ്യന്നൂരിലെ CPM സജീവ പ്രവർത്തകനായ ധനരാജ് RSS അക്രമികളാൽ ക്രൂരമായി കൊല്ലപ്പെടുന്നത്. സ്വന്തം വീടിനുള്ളിൽ കയറിയായിരുന്നു ധനരാജിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ധനരാജിന്റെ വേർപാടോടെ അനാഥമായ കുടുംബത്തെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന്റെ വീട് നിർമ്മിക്കാനും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്താനുമായി CPM വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് ശേഖരണം നടത്തി. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ബക്കറ്റ് പിരിവിലൂടെയും പ്രവാസി മലയാളി സഖാക്കളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് സമാഹരിച്ചത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഫണ്ട്, കൂടാതെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയെല്ലാം ഒരേ കാലയളവിലാണ് സമാഹരിക്കപ്പെട്ടത്. എന്നാൽ ഈ ഫണ്ടുകളുടെ കണക്കുകളിൽ വലിയ കൃത്രിമ നടന്നതായും ബാങ്ക് അക്കൗണ്ടുകൾ വ്യക്തികളുടെ പേരിലേക്ക് മാറ്റിയതായും പിൽക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നു. ഈ വലിയ ഫണ്ടുകളുള്ള പാർട്ടിക്കുള്ളിൽ ആദ്യമായി ചോദ്യം ചെയ്തത് അന്നത്തെ CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന V കുഞ്ഞികൃഷ്ണനാണ്. തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളോടെ ജീവിക്കുന്ന, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ള നേതാവെന്ന പ്രതിച്ഛായയുള്ള വ്യക്തിയാണ് V കുഞ്ഞികൃഷ്ണൻ. പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അണികൾ കുഞ്ഞികൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. നിലവിൽ പിണറായിക്കെതിരെയും പാർട്ടിയിലെ ഒളിഞ്ഞും തെളിഞ്ഞും നിന്നിരുന്ന പ്രതിഷേധങ്ങൾ പ്രത്യക്ഷ പോരിലേക്ക് എത്തിയിരിക്കുകയാണ്.